ഇന്നത്തെ ടോപ്പിക് കുറച്ച് സീരിയസ് ആണ് കേട്ടോ. അത് വേറൊന്നുമല്ല, PMS നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PMS എന്ന് പറഞ്ഞാൽ പ്രീ മെൻസ്ട്രൽ സ്ട്രെസ് എന്നാണ്, അല്ലെങ്കിൽ സിൻഡ്രോം എന്നും കൂടെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ഓൾഡ് ജനറേഷൻ പഴയ തലമുറയ്ക്കാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു പുതിയതായിരിക്കാം. പക്ഷേ നമ്മളുടെ ഈ ന്യൂ ജനറേഷനും അല്ലെങ്കിൽ ഈ മിഡിലുള്ള ജനറേഷനൊക്കെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വേർഡാണിത്. ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ബേസ്ഡ് ഓൺ ഹോർമോൺ ആണ് കേട്ടോ. ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും, ഇപ്പം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സ്ട്രെസ് സ്ട്രെയിൻ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വരും. നമ്മളെ ഈ പീരിയഡ്സ് ആവുന്നതിന്റെ കുറച്ച് ഒരു 1 വീക്ക് 2 വീക്സ് ഡിപ്പെൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ അല്ല. ചില ആൾക്കാർക്ക് ജസ്റ്റ് 2-3 ഡേയ്സ് മുമ്പിലായിരിക്കും. എനിക്ക് മിക്കവാറും ഒരു സൈക്കിൾ കഴിഞ്ഞ് അടുത്ത് സ്റ്റാർട്ട് ആവുമ്പോൾ ഒന്ന് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ടായി തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ ഒരുപാടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹസ്ബൻഡ് തന്നെയാണ് അതിന്റെ മാക്സിമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പല പ്രാവശ്യം വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ടാവണില്ല എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. മീൻസ് നമ്മുടെ കയ്യിലല്ല അത് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയും നിന്റെ കയ്യിൽ തന്നെയല്ലേ കൺട്രോൾ ഇരിക്കുന്നത്. അതൊന്നും പോസിബിൾ അല്ല. അതൊന്നും ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കൂടെ പറ്റില്ല. ഇപ്പൊ എന്റെ കേസില് ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന ടൈമിലൊക്കെ അപ്പൊ എന്താ പറയുന്നത്, ഒരു പെണ്ണ് ഇനി ഒരു പെണ്ണെ മനസ്സിലാക്കാമെന്നൊക്കെ പറയും. പക്ഷെ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും കുറെ ആൾക്കാർ അതെന്താ എനിക്കില്ലല്ലോ പിന്നെ നിനക്കെന്താ, ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ പറയാൻ കഴിയും? എല്ലാ ആൾക്കാരും ഒരേപോലെയാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ആ ഡിഫറൻഷിയേഷൻ ആ വെറൈറ്റി എവിടെയാ ഉള്ളത്? ഒന്നുമില്ല. എല്ലാവരും മറ്റേ ചൈനക്കാരുടെ ഫേസ് പോലെ എല്ലാവരും ഒരേപോലെ ഇരിക്കില്ലേ? ഓരോരുത്തരുടെ ഹോർമോൺ ലെവല്, ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെന്റ് തന്നെയാണ്. എന്താണ് സെയിം ആയിട്ടുള്ളത്? ഈവൻ പാരന്റിന്റെയും കുട്ടികളുടെയും കൂടെ തന്നെ എത്ര ഡിഫറൻസ് ഉണ്ട്. സെയിം അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒന്നും അല്ലല്ലോ ആരും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഒരു പെണ്ണിന് ഇനി ഒരു പെണ്ണിലേക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരിൽ ആ ഹോർമോൺ ലെവലിന്റെ അനുസരിച്ച് അവരുടെ സ്ട്രെസ് സ്ട്രെയിൻ ഒരുപാട് കൂടുതലായിരിക്കും. കുറെ ആൾക്കാർ നോർമൽ ആയിട്ടുള്ളവരും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരുന്നത് എന്താ പഴയ ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലേന്ന്. മേ ബി കുറച്ച് ആൾക്കാർ പണ്ട് കാലത്ത് സഫർ ആയിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ പോലെ ഇപ്പൊ ഇന്നത്തെ പോലെ ഇത്രയും ഒന്നും ഡെവലപ്പ് ആൾക്കാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ആഫ്റ്റർ ഡെലിവറി. അതൊക്കെ ഇപ്പൊ എന്താ പറയുക, ഓരോരുത്തർ കുട്ടികളെ കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇതിന് മുമ്പിൽ അതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ മീഡിയാസ്, സോഷ്യൽ മീഡിയാസ് വന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലായി ഇതിനെക്കുറിച്ച് കേൾക്കാനും അറിയാനും തുടങ്ങിയത്. ഞാൻ പറഞ്ഞാൽ കറക്റ്റ് തന്നെയല്ലേ? അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ PMS എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അത് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് തന്നെയാണ്. അല്ലാണ്ട് കുറെ ആൾക്കാർ എന്താ അവർക്കില്ല ഇവർക്കില്ല, അല്ലെങ്കിൽ പണ്ട് കാലത്തെ ആൾക്കാർക്കില്ല. പക്ഷെ പണ്ട് കാലത്തെ ഫുഡ്, ലൈഫ് സ്റ്റൈല് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എത്ര ഡിഫറൻസ് ആണ്. ഈവൻ കുട്ടികൾ മെച്ചർ വന്ന സ്റ്റേജ് കൂടെ നമ്മളൊക്കെ വന്നിട്ട് 9th 10th ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ വന്നിട്ട് 4th 5th ക്ലാസ്സിലാവണല്ലോ. എന്താ പിന്നെ അത് പറഞ്ഞൂടെ? പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാ. ഒരാൾക്ക് അന്നത്തെ കാലം വെച്ചിട്ട് ഇന്നത്തെ കാലത്തിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെയാണ് ഈ PMSന്റെ കാര്യവും. അപ്പൊ ഒരുപാട് സഫർ ആവുന്നുണ്ട് ഈ PMS കൊണ്ട്. അതിന് വന്നിട്ട് എന്താ പറയാ, മെഡിക്കേഷൻ മേ ബി ഒരു പരിധി വരെ ചെയ്യും, റിസൾട്ട് കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഡെയിലി മെഡിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർ എന്താ നമ്മുടെ ഹോർമോൺ ലെവലിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ലെവലില് മെയിൻറ്റെയിൻ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരുപാട് സ്ട്രെസ്സും എടുത്ത് ലിറ്ററലി നമുക്ക് ഗെറ്റിംഗ് മാഡ്. അതുപോലെ വട്ട് പിടിച്ച് നമുക്കറിയില്ല നമ്മൾ എന്താ ചെയ്തു കൂട്ടുന്നത്, എന്താ കാണിച്ചു കൂട്ടുന്നത്. അത്ര മാത്രം ഞാൻ സഫർ ആവുന്നുണ്ട്. അപ്പം കുറെ ആൾക്കാരൊക്കെ ഇത് വിശ്വസിക്കാത്തവരുണ്ട്. ഇതൊക്കെ വെറുതെയാണ്, അതൊക്കെ നിങ്ങളുടെയൊക്കെ തോന്നലാണ്, പറച്ചിലാണ്, നിങ്ങൾ അതിനെ കവർ ചെയ്യാനാണ്. ഒന്നുമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് സയന്റിഫിക്കലി ഉള്ളതാണ്, അല്ലാണ്ട് മിത്തോ ഒന്നുമല്ല. അപ്പൊ ഈ ടോപ്പിക് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ.